ഹായ് ഹലോ എവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അറിയാം, വെക്കേഷൻ ഒക്കെയാണ്. എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയെല്ലാം കഴിഞ്ഞ് ആ ഒരു കളിയുടെ മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ SSLC പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പരീക്ഷ എഴുതിയ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു റിസൾട്ടിനെ പറ്റിയായിരിക്കും. എന്നായിരിക്കും റിസൾട്ട് വരുന്നത്, റിസൾട്ടിൽ നിങ്ങളുടെ വിജയം എത്രത്തോളം ഉണ്ടായിരിക്കും എന്നൊരു കാര്യങ്ങളായിരിക്കും. എന്നാൽ SSLC എഴുതിയ യാതൊരു വിദ്യാർത്ഥിയും ഇപ്പോൾ തോക്കാൻ ഒരു സാധ്യത ഉണ്ടാവുന്നില്ല. കാരണം നിങ്ങളുടെ പാസിംഗ് മാർക്ക് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നോർമലി വേണ്ടത് 40 മാർക്കിന്റെയും 80 മാർക്കിന്റെയും രണ്ട് പരീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൽ 40 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 10 മാർക്ക് സിയും 80 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 20 മാർക്കാണ് CE മാർക്കിൽ ചേരുന്നത്. അങ്ങനെ ടോട്ടൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മലയാളം തുടങ്ങിയുള്ള വിഷയങ്ങൾ 50 മാർക്കിനും, സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ഇവ 80 + 20 100 മാർക്കിനുമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 30% മാർക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ 40 മാർക്കിന്റെ ഒരു എക്സാമിന് 12 മാർക്കും 80 മാർക്കിന്റെ ഒരു എക്സാമിന് 24 മാർക്കും മാത്രം വാങ്ങിയാലേ നിങ്ങൾ പാസ്സാകൂ എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 50 മാർക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതുമ്പോൾ CE മാർക്ക് അതത് സ്കൂളിലെ ടീച്ചർമാർ തന്നെയായിരിക്കും നൽകുന്നത്, പുറത്തുനിന്ന് ആരും തന്നെ ആയിരിക്കത്തില്ല. അപ്പോൾ CE മാർക്ക് 10ന് 10 എല്ലാ വിഷയങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സ് നൽകാറുണ്ട്. അതുപോലെ തന്നെ 20 മാർക്കിന്റെ സിയിലും 20 മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടാറുണ്ട്. ചില റിയർ കേസസിൽ മാത്രമാണ് 9 അല്ലെങ്കിൽ 19 എന്നീ രീതിയിലേക്ക് മാറാറുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 50 മാർക്കിന്റെ പരീക്ഷയിൽ 10 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50ന്റെ 30% എന്ന് പറയുന്നത് വെറും 15 മാർക്കും 100ന്റെ 30% എന്ന് പറയുന്നത് 30 മാർക്കുമാണ്. അപ്പോൾ 50 മാർക്കിന്റെ ഒരു പരീക്ഷയ്ക്ക് 10 മാർക്ക് സിയിലൂടെ ലഭിച്ചാൽ 5 മാർക്ക് മാത്രം വാങ്ങിയാൽ മതി നിങ്ങൾക്ക് ആ ഒരു എക്സാം പാസ്സാവാം. അതുപോലെ തന്നെ 100 മാർക്കിന്റെ പരീക്ഷയിൽ 20 മാർക്ക് നിങ്ങൾക്ക് CE ലഭിക്കുകയാണെങ്കിൽ വെറും 10 മാർക്ക് വാങ്ങിയാൽ 100ൽ 30 എന്ന രീതിയിൽ D+ ഗ്രേഡോടെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ പാസ്സാവാൻ പറ്റും. പക്ഷെ നേരത്തെ അറിയിച്ചത് 40ൽ 12ഉം 80ൽ 24 മാർക്ക് എന്നായിരുന്നു. ഇപ്പോൾ എഴുതിയ വിദ്യാർത്ഥികൾക്ക്, ഈ 2025 SSLC എഴുതിയ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ്, ഈ ഒരു നിയമം SSLCയിലെ 30% മാർക്ക് എഴുതി വാങ്ങണം എന്നൊരു നിയമം അടുത്ത വർഷം തൊട്ടായിരിക്കും നടപ്പിലാക്കുന്നത്. നിങ്ങളായിരിക്കും അവസാനത്തെ ഈ ഒരു ബാച്ച് CEയും എഴുതി വാങ്ങിയ മാർക്ക് ഉൾപ്പെടെ 30% വന്ന എന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ പാസിംഗ് മാർക്ക് വരുന്നത്. 50ന് 15ഉം 100ന് 30 മാർക്ക് വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് ഈ ഒരു എക്സാം പാസ്സാവാൻ പറ്റും. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു മാർക്ക് വാങ്ങുവാൻ കഴിവുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടുകയും ചെയ്യും. എന്തായാലും SSLCയിലെ മൂല്യനിർണ്ണയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും നമുക്ക് അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. SSLC പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോ കാണാം. ബൈ.